62 ലക്ഷം പേർക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ അത് എങ്ങനെയെങ്കിലും തടയണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ നടക്കുന്ന പ്രതിപക്ഷം. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. 62 ലക്ഷം പേർക്ക് 2000 രൂപ വീതമാണ് നൽകുന്നത്. ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചു. നേരത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, അത് മുഴുവൻ നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ മാസം കുടിശ്ശികയും ഒരു മാസത്തെ പെൻഷനും അടക്കം 3600 രൂപയാണ് ലഭിച്ചത് 62 ലക്ഷം പേർക്ക്. അത് വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് UDF-ന്. 62 ലക്ഷം പേരും LDF-ന് വോട്ട് ചെയ്താൽ, LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്താൽ LDF-ന്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു കളയും. അതുകൊണ്ട് തടയണം, തടഞ്ഞേ തീരൂ. ഇതാണ് UDF-ന്റെ ലൈൻ. കേരളത്തിലെ കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ പരിപാടിയാണ്. കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്. അവരുടെ ചട്ടിയിൽ മണ്ണുവാരിയിടുന്ന സ്ഥിതിയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ തുടങ്ങിയിരുന്നു ശ്രമം. അത് ഹൈക്കോടതിയെ സമീപിക്കുക എന്നതായിരുന്നു. പെൻഷൻ കമ്പനി ഉണ്ട് കേരളത്തിൽ. പെൻഷൻ കമ്പനി വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ ഏജൻസികളിൽ നിന്ന് വായ്പ എടുക്കും. ആ വായ്പാ തുക ഉപയോഗിച്ചാണ് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്നത്. സർക്കാർ ഈ തുക പെൻഷൻ കമ്പനിക്ക് നൽകുന്നതിന് അനുസരിച്ച് പെൻഷൻ കമ്പനി വായ്പ തിരിച്ചടയ്ക്കും. അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അത് മുടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. സഹകരണ ബാങ്കിൽ നിന്നാണ് കൺസോർഷ്യം രൂപീകരിച്ച് അവസാനമായി വായ്പ എടുക്കാൻ തീരുമാനിച്ചത്. അതിനു മുമ്പുള്ള 2000 കോടി രൂപ വായ്പ എടുത്ത 2000 കോടി രൂപ അടച്ചു തീർത്തു പെൻഷൻ കമ്പനി. അതിനുശേഷമാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് വായ്പ എടുക്കാൻ തീരുമാനിച്ചത്. അതിനെതിരെ UDF ഭരിക്കുന്ന സഹകരണ ബാങ്കുകളുണ്ടല്ലോ, മുസ്ലിം ലീഗൊക്കെ ഭരിക്കുന്ന സഹകരണ ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളെ ഉപയോഗപ്പെടുത്തി അവരുടെ ഒന്നിച്ചു നിന്ന് ഹൈക്കോടതിയെ സമീപിക്കുക. സഹകരണ ബാങ്കിൻ്റെ ഫണ്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായാൽ, ഇത്തരം നീക്കം സ്റ്റേ ചെയ്താൽ, അത് കോടതി ഇടപെട്ടിട്ടാണല്ലോ, ഹൈക്കോടതിയാണല്ലോ എന്ന് പറഞ്ഞ് തടിയൂരാം UDF-ന്. സംസ്ഥാന സർക്കാർ പെൻഷന് പണം ശേഖരിക്കുന്നതിൽ പരാജയപ്പെട്ടു, സംസ്ഥാന സർക്കാർ ജനങ്ങളെ പറ്റിക്കുകയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലല്ലോ, പിന്നെ എങ്ങനെ പെൻഷൻ കൊടുക്കും, ഈ പ്രഖ്യാപനം വെറും തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കാമല്ലോ. അതിനുള്ള നീക്കമാണ് നടത്തിയത്. പക്ഷേ വാർത്തയായപ്പോൾ ആ നീക്കത്തിൽ നിന്ന് UDF തന്നെ പിൻവാങ്ങി. പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ, അതാണ് ആഗ്രഹിച്ചത് UDF. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ നേതാവ് ലോകത്തിലെ തന്നെ മഹാ സോഷ്യലിസ്റ്റാണ് എന്ന് പറയുന്ന NK പ്രേമചന്ദ്രനാണ്, നമ്മുടെ കൊല്ലം MP ആണ്. പാർലമെന്റിൽ ചോദ്യം ചോദിച്ച് പ്രശ്നത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ കൊണ്ടുവരിക, പിന്നീട് റിസർവ് ബാങ്കിനെ ഇടപെടിപ്പിക്കുക. കാരണം സംസ്ഥാന സഹകരണ ബാങ്കാണ് കൺസോർഷ്യത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയാൽ പണം നൽകാൻ കഴിയില്ല. അങ്ങനെ നൽകാൻ കഴിയാതിരുന്നാൽ പെൻഷൻ കമ്പനിക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ പെൻഷൻ നൽകാതിരുന്നാൽ ജനങ്ങൾ പ്രതിഷേധിക്കും, അത് സർക്കാരിനെതിരെ തിരിക്കാം, മാധ്യമങ്ങളും ഒപ്പം കൂടും. ഇതായിരുന്നു പരിപാടി. അതിനുവേണ്ടി ചോദിച്ച ചോദ്യമുണ്ട്, NK പ്രേമചന്ദ്രൻ ചോദിച്ച ചോദ്യം. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ, അതിൻ്റെ ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാം. അതിൽ ഒരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ കേരള ബാങ്കിനോടും സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളോടും പണം സംഭരിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയുമോ? ഇതാണ് ചോദ്യം. ചോദ്യം നമ്പർ 5. പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ എന്ന് വെച്ചാൽ പെൻഷൻ വർദ്ധിപ്പിച്ചു, അത് നടപ്പാക്കാൻ കേരള ബാങ്കിനോടും സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളോടും പണം സംഭരിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച കാര്യം കേന്ദ്ര സർക്കാരിന് അറിയുമോ? ഇങ്ങനെ പെൻഷൻ കമ്പനി സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നത്, കൺസോർഷ്യം രൂപീകരിച്ച് വായ്പ എടുക്കുന്നത് കേന്ദ്ര സർക്കാരിന് അറിയുമോ? ഇതാണ് ചോദ്യം. അതിനുശേഷം വീണ്ടും പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കും എന്നുറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ എടുത്ത നടപടികൾ എന്തൊക്കെ? എവിടെ നിന്നാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം സർക്കാരിനെ വായ്പ നൽകുന്നത്? സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിനാണ്. ആ നിക്ഷേപം നിക്ഷേപകർക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ഇടപെടുമോ? കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമില്ല. സംസ്ഥാന സർക്കാർ കൃത്യസമയത്ത് ഇതുവരെ പെൻഷൻ കമ്പനിക്ക് വായ്പയായി എടുത്ത തുക നൽകിയിട്ടുണ്ട്, ഇനിയും നൽകും. പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ റിസർവ് ബാങ്കിനോട് കേന്ദ്രമന്ത്രി ചോദിക്കണം, ധനകാര്യമന്ത്രി ചോദിക്കണം, എങ്ങനെയാണ് സഹകരണ ബാങ്കിൽ നിന്ന് ഇങ്ങനെ പണമെടുത്ത് പെൻഷൻ കൊടുക്കുന്നത്, അതെങ്ങനെയാണ് പെൻഷൻ കമ്പനിക്ക് വായ്പ നൽകുന്നത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മുടങ്ങുമല്ലോ, അങ്ങനെ പെൻഷൻ കൊടുക്കാതിരിക്കാമല്ലോ. അങ്ങനെ സാധാരണക്കാരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്ന ഈ നീക്കം
UDFിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം, അതിന് ഏത് വഴിയും സ്വീകരിക്കും എന്ന അവസ്ഥയിൽ, നാണം കെട്ട അവസ്ഥയിൽ 62 ലക്ഷം സാധാരണക്കാരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ഇവരൊക്കെ ഭരണത്തിൽ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? കേരളം അതൊക്കെ ചിന്തിച്ചിട്ട് മാത്രമേ ഇനി വോട്ട് ചെയ്യുകയുള്ളൂ എന്നാണ് പ്രതീക്ഷ.